ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ജീവനാണ്. ഇത് തിരിച്ചറിയാനുള്ള ഒരു പ്രായോഗിക വിവേകം സർക്കാർ കാണിക്കണം. പിണറായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി ശരിക്കും പറഞ്ഞാൽ ഇതിനോട് അവഗണനാത്മകമായ നിലപാടാണ് എടുക്കുന്നത്. അത് വിലപ്പോകില്ല. ഒരിക്കലും ഒരു സമുദായത്തിൻ്റെ വിഷയമല്ല, ഇത് കേരള തീരത്തിന് മൊത്തം വിഷയമാണെന്ന് ബുദ്ധിയും ബോധമുള്ളവൻ, അരിയാഹാരം കഴിക്കുന്നവൻ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് സർക്കാർ തന്നെയാണ് തീക്കൊള്ളി കൊണ്ട് തലചൊറുക്കണമെന്ന് കൂടി ഓർപ്പിച്ചുകൊണ്ട് എത്രയും വേഗം ഈ വിഷയത്തിന് സമാധാനം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളിവിടെ നിൽക്കുന്നത് ഒരു തുറമുഖത്തല്ല, ശരിക്കും ഒരു ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഒരു സമരമുഖത്താണ്. നമ്മൾ കേരള ഗവൺമെൻറ് ഹൈക്കോടതിയിൽ ഇവിടെ കടലാക്രമണം നടക്കുന്നതായിട്ട് ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ 50,000 പേര് കുടിയൊഴിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഹോട്ട്സ്പോട്ടുകൾ, അതായത് തീവ്ര കടലാക്രമണ മേഖലയായിട്ട് ഗവൺമെൻറ് ഹൈക്കോടതി സ്റ്റേറ്റ് അട്ടോർണി വഴി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ 2 സ്ഥലം മാത്രമേ ഉള്ളൂ. അത് ഒന്ന് ശംഖുമുഖമാണ്, രണ്ടാമത്തത് കൊല്ലംകോട. ഈ 2 സ്ഥലം മാത്രമേ ഗവൺമെൻറ് തിരുവനന്തപുരം ജില്ലയിൽ കടലാക്രമണം ഉള്ളതായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ വിഴിഞ്ഞം മേഖലയിൽ ഇപ്പോൾ എത്രയോ കുടുംബ ഇപ്പോൾ പൂന്തുറയിൽ തന്നെ ഏതാണ്ട് 5 വരി വീടുകൾ കടല ഒലിച്ചു പോയി. ഇങ്ങനെ പൂന്തുറ, അതുപോലെ തന്നെ വേളി, അതുപോലെ തന്നെ ശംഖുമുഖം, ഇങ്ങനെ വടക്കോട്ട് വിഴിഞ്ഞം തുറമുഖത്തിന് വടക്കോട്ട് ഏതാണ്ട് 6 ഗ്രാമങ്ങളാണ് കടലിൽ ഒലിച്ച് പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞത് തുറമുഖം നിലവിൽ വരുന്നതോടുകൂടി ഒലിപ്പ് നിൽക്കുമെന്നൊന്നുമല്ല, പിന്നീട് അങ്ങോട്ട് ഒലിപ്പ് തുടരുകയാണ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോർട്ടിനും അതിൻ്റേതായിട്ടുള്ള കപ്പൽച്ചാലുകൾ വേണം. കപ്പൽച്ചാലുകളെ എല്ലാ മാസവും ഡ്രഡ്ജ് ചെയ്യണം. അതനുസരിച്ചുകൊണ്ട് കപ്പൽച്ചാലുകളുടെ ആഴം കൂടിക്കൊണ്ടേയിരിക്കുന്നതനുസരിച്ചുകൊണ്ട് ചുറ്റുമുള്ള മണത്തിട്ടകളും തീരത്തെ മണത്തിട്ടകളും അങ്ങോട്ട് മൂവ് ചെയ്ത് ആഴം മൂടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് ഗ്രാമങ്ങൾ കടലിൽ ഒലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു മാൻമെയ്ഡ് കലാമിറ്റിയാണ്, അതായത് മനുഷ്യനിർമ്മിത ദുരന്തം. ഈ മനുഷ്യനിർമ്മിത ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നത് സർക്കാർ സ്പോൺസേഡാണ്. ഇത് നമ്മളെ വികസനത്തിൻ്റെ ഇഴകളാണ്. ഇവർ മാത്രമല്ല, അതായത് കൂടംകുളമായാലും ശരി, അതുപോലെ തന്നെ മൂലംപള്ളി ആയാലും ശരി, തീരദേശത്ത് മുഴുവനും ഇതുപോലെ വികസനത്തിൻ്റെ ഇരകൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അധികാരികൾ കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് ജീവിതം വഴിയാധാരമാക്കുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ നടപടിക്രമത്തിനെതിരെയാണ് കൃപാസനം കോസ്റ്റൽ മിഷൻ 1918 റിട്ട് പെറ്റീഷൻ 5031 പ്രകാരം കോടതിയിലെ റൈറ്റ് ടു ലൈഫ് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കോടതിക്ക് പൊതു താൽപ്പര്യ ഹർജി കൊടുത്തത്. അതിൻ്റെ വിധി ഒക്ടോബർ മാസം 5-ാം തീയതി ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ നെറ്റോ പിതാവിനെ ചേർത്തുകൊണ്ട്, ക്രിസ്തുദാസ് പിതാവിനെ ചേർത്തുകൊണ്ട് കുറേ തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ ഗുണ്ടകളെ ഇറക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഈ റൈറ്റ് ടു ലൈഫ് തന്നെ എടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഇത് കേസ് കൊടുത്തിരിക്കണത്. അത് നിലനിൽക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 2022 ഒക്ടോബർ 5-ാം തീയതിയുള്ള വിധിയിൽ പറഞ്ഞിട്ടുണ്ട്, ഓൾ ഗ്രീവിയൻസ് ഓഫ് ദി ഫിഷർമാൻ must be settled in the basis of Article 21, the right to life according to the Constitution. അതായത് മത്സ്യത്തൊഴിലാളികളുടെ ഗ്രീവൻസ്, അതിൻ്റെ പരാതികൾ പരിഹരിക്കേണ്ടത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുസരിച്ചുള്ള അവകാശം അനുസരിച്ചാണ്. ഞങ്ങളിവിടെ സമരം ചെയ്യണത് ഭരണഘടന ഉറപ്പ് വരുത്തുന്ന ജീവിത സംരക്ഷണം. ഞങ്ങൾക്ക് സർക്കാരുകളും വികസന ലോബികളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം വഴിയാധാരമാക്കുമ്പോൾ ഭരണഘടനയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വിഴിഞ്ഞം സമരം നിലനിൽക്കുന്നത്. വിഴിഞ്ഞം സമരം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സമരമോ ഒരു ദേശത്തിൻ്റെ സമരമോ അല്ല. മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ച് എന്തെല്ലാം മനുഷ്യരാശി വിലമതിക്കുന്നുവോ അവരെല്ലാം ഈ സമരത്തോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം. അതായത് മുഖ്യമന്ത്രി
ശരിക്കും പറഞ്ഞാൽ ഇതിനോട് ഇപ്പോഴും ഒരു അവഗണനാത്മകമായ നിലപാടാണ് എടുക്കുന്നത്. അത് മനുഷ്യത്വരഹിതമാവും നീചവുമാണെന്ന് കൂടി അർപ്പിച്ചുകൊണ്ട് അത് വിലപ്പോകില്ല എന്ന് കൂടി നമുക്കറിയാം. മുഖ്യമന്ത്രിക്കൊക്കെ നഷ്ടപ്പെടാൻ പോകുന്ന വിഷയം സമ്പത്ത് മാത്രമാണ്, ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ജീവനാണ്. ഇത് തിരിച്ചറിയാനുള്ള ഒരു പ്രായോഗിക വിവേകം സർക്കാർ കാണിക്കണം. കാണിച്ചില്ലെങ്കിൽ ഇത് സർക്കാർ തന്നെയാണ് തീക്കൊള്ളി കൊണ്ട് തലചൊറുകണമെന്ന് കൂടി ഓർപ്പിച്ചുകൊണ്ട് എത്രയും വേഗം ഈ വിഷയത്തിന് സമാധാനം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് എല്ലാ കാലങ്ങളിലും ഗവൺമെൻറ്റുകൾ പറഞ്ഞിട്ടുള്ളതാണ്. മൂലംപള്ളിയിൽ അച്യുതാനന്ദൻ്റെ സർക്കാർ പോലീസിനെ കൊണ്ടുവന്ന് അവിടുത്തെ പാവപ്പെട്ട അമ്മച്ചിമാർ ചേട്ടന്മാരെ ചവിട്ടി പുറത്താക്കിയപ്പോഴും അവരിത് പറഞ്ഞതാണ്. എന്താണ്? ആരുടെയും ജീവൻ നഷ്ടപ്പെടുത്തതില്ലെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, ഓക്കി കൊടുങ്കാറ്റിൽ 92 പേര് മരിച്ചില്ലേ? അവരുടെ മക്കളും അമ്മയുമല്ലേ ഇപ്പോഴും ഈ സിമൻറ്റ് ഗോഡൗണിൽ ഇപ്പോഴും കിടക്കണത്. അവിടെ തേളും കടിച്ച് നമ്മുടെ ചേച്ചിമാർ പ്രസവിക്കാൻ കണ്ടില്ലേ? ഇതിനേക്കാൾ നികൃഷ്ടമായ ഒരു കാര്യം വ്യക്തമാണ്. പണ്ട് മോഡി പറഞ്ഞായിരുന്നു ഇത് സൊമാലിയയാണെന്ന്. ഇപ്പോൾ മോഡി സൊമാലിയാക്കാൻ വേണ്ടി അദാനിനെ പറഞ്ഞു വിട്ട പോലെ ആയില്ലേ? ഇപ്പോഴിതെന്താണ്? സിംഗപ്പൂരാക്കാമെന്ന് പറഞ്ഞു വന്നിട്ട് ഇതിപ്പോൾ സൊമാലിയാക്കിയത് ആരാണ്? സർക്കാരാണ്. ഈ സർക്കാരുകൾ തമ്മിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടിന് ബലിയാടുകളായിട്ടാണ് തീരദേശം മാറുന്നെന്നുള്ള സത്യാവസ്ഥ ചരിത്രം തിരിച്ചറിയും, ജനം തിരിച്ചറിയും, ജനം പ്രതിരോധിക്കും. ഒറ്റപ്പെടുത്താൻ വേണ്ടി നോക്കുകയാണ്. ഇങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചിട്ട് കീഴ്പ്പെടുത്താൻ ഇത് ബ്രിട്ടീഷുകാർ നടത്തിയ കിരാതമായ നയമാണ്. അതായത് ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഭിന്നിപ്പിച്ച് നശിപ്പിക്കുക എന്നുള്ളത്. ഇത് വിലപ്പോകില്ല. ഇപ്പം ധീവരസഭയുടെ പരമാധ്യക്ഷൻ ദിനകരൻ സാറിൻ്റെ സമരമാണ് ഇപ്പോൾ നടന്നത്. അതുപോലെ ഇവിടെയുള്ള ഓരോരുത്തരും നമുക്കറിയാമല്ലോ, ഇതിൻ്റെ വടക്ക് വശത്ത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വടക്ക് വശത്താണ് ഭീമാപ്പള്ളിയുടെ ആ പ്രദേശവും കടലെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴിതൊരു ഒരിക്കലും ഒരു സമുദായത്തിൻ്റെ വിഷയമല്ല, ഇത് കേരള തീരത്തിന് മൊത്തം വിഷയമാണെന്ന് ബുദ്ധിയും ബോധവും ഉള്ളവൻ, അരിയാഹാരം കഴിക്കുന്നവൻ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അദാനിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരണത് അതായത് അശാസ്ത്രീയവും നമ്മളെ രാജ്യത്തിന് നഷ്ടം ഉണ്ടാക്കുന്ന ഒരു തുറമുഖം കമ്മീഷൻ കൈപ്പറ്റുന്നതിൻ്റെ പേരിൽ നമ്മുടെ ജനതകളുടെ മേൽ അടിച്ചേൽപ്പിച്ചപ്പോൾ അങ്ങനെ വന്ന അടിച്ചേൽപ്പിക്കലിൽ അതിന് ഇവർക്കാണ് ബാധ്യത. ആർക്കാണ്? കമ്മീഷൻ വാങ്ങിച്ച ആൾക്കാർക്കല്ലേ ബാധ്യത, ഞങ്ങൾക്കല്ല ബാധ്യത. അപ്പോൾ ആ ബാധ്യത അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള അധികാരികൾ ഇത് നിർത്തിവെക്കാൻ പറ്റത്തില്ലെന്ന് പറയണത്. പക്ഷേ നിർത്തിവെക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? കാര്യം ഇതൊരു മനുഷ്യാവകാശ വിഷയമല്ലേ. ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ജീവിക്കുക മരിക്കുക അല്ലേ ഞങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻ തിരഞ്ഞെടുപ്പുള്ളൂ. അപ്പോൾ പിന്നെ നിർത്തിവെക്കാതെ എവിടെ പോകാനാണ്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹോട്ട്സ്പോട്ടുകളെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലം കൊണ്ട് അത് തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലങ്കോടും ശംഖുമുഖം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ വിഴിഞ്ഞം ഒരിക്കലും ഹോട്ട്സ്പോട്ടായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചില്ല. അതായത് എല്ലാ ഹോട്ട്സ്പോട്ടുകളും കല്ലുകൾ പണി നടക്കുന്ന ഹോട്ട്സ്പോട്ടുകൾ, പ്രത്യേകിച്ച് രണ്ടാമത്തെ ഹോട്ട്സ്പോട്ട് ആലപ്പുഴ ജില്ലയിലെ ഒറ്റമശ്ശേരി, അവിടെ കല്ല് വന്നിട്ടില്ല. അവിടെ കല്ല് വരാത്തപ്പോഴും അതായിരിക്കും ഇവിടെ കല്ല് വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സത്യം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതായത് ഇതുപോലെയുള്ള കോർപ്പറേറ്റുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഗവൺമെൻറ് നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ നമ്മുടെ തീരങ്ങളിൽ വന്ന് കല്ലിട്ട് കടലാക്രമണം തടയേണ്ട കല്ലുകളെല്ലാം ഇവിടെ വന്ന് വേസ്റ്റായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇന്നത്തെ ഉടമ്പടി ധ്യാനം ഞങ്ങൾ ഇന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഈ അവകാശ പോരാട്ടത്തിനിടെ വന്നിരിക്കുന്നത്. അതായത് ഉടമ്പടിയിൽ ഈ വിഷയം എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയാതെ ഹൈക്കോടതിയിൽ ഓക്കി ദുരന്തത്തിൽപ്പെട്ട് മരിച്ചുപോയ ആൾക്കാരുടെ 92 പേർക്ക് നഷ്ടപരിഹാരം കിട്ടാതെ വന്നപ്പോഴാണ് കൃപാസ ഹൈക്കോടതിയിൽ പോയത്. അന്ന് റൈറ്റ് ടു ലൈഫ് 21 ആർട്ടിക്കിൾ 21 കൗണ്ടർ അഫിഡാവിറ്റിൽ ഞങ്ങൾ ഹൈക്കോടതി വെച്ചപ്പോൾ വക്കീൽ ഒരു സംശയം പറഞ്ഞു. എന്താ സംശയം പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭരണഘടന അനുസരിച്ച് ആണ് ഈ കേസ് വെച്ചിരിക്കണം നഷ്ടപരിഹാരം ചോദിച്ചെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഭരണഘടനാ ബെഞ്ചിനെ കൊണ്ടുവരേണ്ടി വരും. ഇക്കാലൊന്നും കേസ് അവസാനിക്കത്തില്ല. ഭരണഘടനാ ബെഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി മാതാവ് കൃപാസന മാതാവിനോട് പറഞ്ഞു, അമ്മേ ഭരണഘടനാ ബെഞ്ചിനെ കൊണ്ടുവന്ന് കേസ് അവസാനിപ്പിക്കരുത്, അമ്മയാണ് അഡ്വക്കേറ്റ്, അമ്മയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആരെയും കൊണ്ടുവരാതെ ആ ജസ്റ്റിസ് ഇപ്പോഴേ നിൽക്കുന്ന ചീഫ് ജസ്റ്റിസ് അതുപോലെ സാജി പിച്ചാലിയും അതുപോലെ മണി സാറും കൂടി
അന്തിമ തീരുമാനം ഡിവിഷൻ ബെഞ്ച് എടുത്തിരിക്കുന്നതാണ്. അത് മാതാവിൻ്റെ ഒരു ശക്തിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, വിഴിഞ്ഞം മാതാവിൻ്റെ മണ്ണാണ്. സിദ്ധാർത്ഥ മാതാവ്, സിദ്ധാർത്ഥ ദേവി, ഞങ്ങൾ ഈ സമരം മാതാവിന് സമർപ്പിക്കുകയാണ്. ഞങ്ങളിവിടെ കൃപാസനത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ വന്നിരിക്കുന്നത് തങ്കച്ചൻ പനക്കൽ, അഡ്വക്കേറ്റ് വൈസ് ഡയറക്ടർ എല്ലാം ഞാൻ ഫാദർ ജോസഫ് അയ്യൻ എന്തിനാണ് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തെ സിദ്ധാർത്ഥ മാതാവിന് വിഴിഞ്ഞത്തിൻ്റെ അവകാശ പോരാട്ടങ്ങൾ, ജനങ്ങളുടെ ജീവിതത്തെ ആ അവകാശ പോരാട്ടത്തിന് സംരക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധ മാതാവിന് വിഴിഞ്ഞം സമരം ഏൽപ്പിക്കാൻ വേണ്ടിയാണ്. അമ്മ യുദ്ധം ചെയ്യും, അമ്മ ജയിക്കും.